ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രനെതിരെ വിമർശനവുമായി CPM മൂന്നാർ ഏരിയ കമ്മിറ്റി രംഗത്ത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എസ്. രാജേന്ദ്രൻ കള്ളപ്രചരണം നടത്തുകയാണെന്ന് മൂന്നാർ ഏരിയ കമ്മിറ്റി നേതൃത്വം ആരോപിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലം പാർട്ടിക്കൊപ്പം നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചയാളാണ് ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത്. തന്നെ ഉപദ്രവിച്ചുവെന്ന് നിരന്തരം പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ സഹതാപമുണ്ടാക്കി പാർട്ടിക്കുള്ളിലെ ആളുകളെ കൂടെ കൂട്ടാമെന്ന തെറ്റിദ്ധാരണയാണ് എസ്. രാജേന്ദ്രനെന്നും CPM നേതൃത്വം പരിഹസിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KV ശശിക്കെതിരെ കുറേ ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് കഴിഞ്ഞ 20 വർഷക്കാലം ഈ പാർട്ടിയുടെ കൂടെ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച ആളാണ് ഇപ്പോൾ ഈ പാർട്ടി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളപ്രചരണം നടത്തുന്നത്. ഈ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച ആൾ, കാരണം 3 പ്രാവശ്യം MLA ആവുക എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പാവപ്പെട്ട പാർട്ടി അംഗങ്ങളും അനുഭാവികളും LDF-ന്റെ പ്രവർത്തകരെല്ലാം പട്ടിണി കിടന്നാണ് ഇയാൾ ജയിപ്പിച്ചത്. പക്ഷെ ആ ജയിപ്പിച്ചതിന് ശേഷം എന്താ പറയുന്നത്, പിന്നെയും ജീവിതകാലം മുഴുവൻ MLA ആകണമെന്നുള്ള മനസ്സിലുള്ള ആഗ്രഹം 3 പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ 4ാമതും അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായി ഇവിടെ അഡ്വക്കേറ്റ് രാജേനെ 5 വർഷം മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിക്കേണ്ട ആള് രാജേനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എസ്റ്റേറ്റ് മേഖലകളിൽ പരസ്യമായും രഹസ്യമായും പ്രചരണം നടത്തി. നമുക്കറിയാം, വാഹന പ്രചരണ ജാഥയും സ്വീകരണ പരിപാടികളിലെല്ലാം ഈ പറയുന്ന ആൾ കൂടെ ഉണ്ടെങ്കിലും രാജയുടെ പേര് പോലും ചില സ്ഥലങ്ങളിൽ പറയാൻ തയ്യാറായില്ല. ഇത് പാർട്ടിക്ക് മനസ്സിലായി. പാർട്ടി ജില്ലാ കമ്മിറ്റി, അന്ന് പാർട്ടി DC മെമ്പറാണ് ഈ പറയുന്ന 3 പ്രാവശ്യം MLA ആയിരുന്നയാൾ. ആ DC മെമ്പറുടെ പേരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി കമ്മീഷൻ വയ്ക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി DC പരിശോധിക്കുകയും, അന്ന് ഇയാൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ DC കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇയാൾ ഹാജരായില്ല എന്നുള്ള കാര്യം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിനെ പറ്റി കള്ളപ്രചരണം തന്നെയാണ് നടന്നത്. അയാൾ അറിഞ്ഞില്ലാണ്, അയാളെ 1 വർഷം സസ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള കള്ളപ്രചരണമാണ് നടത്തുന്നത്.